സമ്പത്ത് കാലത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019-20 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ എങ്ങനെ അനായാസം എളുപ്പത്തിൽ വേഗത്തിൽ ഫയലിംഗ് നടത്താമെന്ന് വിശദമാക്കുന്ന വീഡിയോയുടെ ആദ്യ ഭാഗമാണ് ഇത്. പ്രതിവർഷം 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള എല്ലാവരും ഫയലിംഗ് നടത്താൻ നിർബന്ധിതരാണ്. 2020 നവംബർ 30 മുമ്പായി 2019-20 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നവംബർ 30 മുമ്പ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പിഴയും പലിശയും വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് എല്ലാവരും കടക്കുക. ഈ വർഷം ജൂലൈ 31 വരെ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് കൂടി 2019-20 വർഷത്തെ ഇളവിന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ TDS സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതിയും ജൂലൈ 31 വരെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജൂലൈ 31 ശേഷം, അതായത് ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ഫയലിങ്ങിനുള്ള നടപടിക്രമങ്ങളിലേക്ക് എല്ലാവരും കടക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇന്നു മുതലേ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. എല്ലാ രേഖകളും കൈവശം വയ്ക്കുക. ഇത് സംബന്ധിച്ച ആദായ നികുതി സംബന്ധിച്ച കണക്കുകൂട്ടലുകളും കാൽക്കുലേഷൻസും എല്ലാം നടത്തി ഓരോ ഫിഗറുകൾ അറൈവ് ചെയ്യുക. അവ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഫയലിങ്ങിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങേണ്ടത്. ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ് എന്ന പോർട്ടലിൽ നിങ്ങൾ ഫയലിങ്ങിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ 45 മിനിറ്റ് സമയമാണ് കിട്ടുക. ഇതിനുള്ളിൽ നിങ്ങൾ റിട്ടേൺ പൂർത്തിയാക്കിയില്ലെങ്കിൽ സെഷൻ ഔട്ട് ആവുകയും വീണ്ടും ലോഗിൻ ചെയ്ത് വീണ്ടും നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ് പോർട്ടലിൽ ഫയലിംഗ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ ഓരോ സംഖ്യയും രേഖപ്പെടുത്തിയതിനു ശേഷവും ഓരോ വിവരവും രേഖപ്പെടുത്തിയതിനു ശേഷം സേവ് ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെഷൻ ടൈം ഔട്ട് ആയാലും വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ സേവ് ചെയ്ത ഭാഗം അവിടെ ഉണ്ടാകും. അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ മതിയാകും. നിങ്ങൾ ഫയലിങ്ങിനുള്ള നടപടിക്രമങ്ങൾ ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ് പോർട്ടലിൽ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വലതുവശത്ത് ഏറ്റവും മുകളിലായി കൗണ്ട് ഡൗൺ ടൈം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി 2019-20 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയലിങ്ങിനായി ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ 2-3 വിവരങ്ങൾ പ്രത്യേകമായി ചേർക്കേണ്ട കാര്യം പ്രത്യേകം ഓർക്കണം. 1 കോടി രൂപയിൽ കൂടുതൽ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിച്ച് നിങ്ങൾ വിദേശ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലോ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിലോ അക്കാര്യം പ്രത്യേകം ഇൻകം ടാക്സ് റിട്ടേൺ ഫോമിൽ സൂചിപ്പിക്കേണ്ടതാണ്. അതുപോലെ ഈ വർഷം ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഏതെങ്കിലും നിക്ഷേപത്തിന് 2019-20 വർഷത്തേക്കുള്ള സാമ്പത്തിക വർഷം ഇളവിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ ചില പ്രത്യേക ഇളവുകൾ കൂടി 2019-20 വർഷത്തെ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഫയലിങ്ങിൻ്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് 2019-20 സാമ്പത്തിക വർഷത്തെ ഫയലിംഗ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് സമ്പത്ത് കാലം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദായ നികുതി മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തിനെ സംബന്ധിച്ച നിരവധി വീഡിയോകളാണ് ഈ സമ്പത്ത് കാലം എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അവ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് 2019-20 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയലിങ്ങിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. ആദ്യം ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ് എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ആദ്യ പടി. ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ്.gov.in എന്നതാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതൊരു പോർട്ടലാണ്. അപ്പോൾ ഈ പോർട്ടലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ഹിയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ലോഗിൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഒരുപക്ഷെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസർ ID കൊടുക്കണം. യൂസർ ID നമ്മളുടെ പാൻ നമ്പർ തന്നെയാണ്. യൂസർ ID എൻ്റർ ചെയ്യുക. യൂസർ ID നൽകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പാസ്വേഡാണ് എൻ്റർ ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരു ക്യാപ്ച കോഡ് നൽകിയിട്ടുണ്ട്, അതും ആ കോളത്തിൽ എൻ്റർ ചെയ്യുക.
വെബ്സൈറ്റിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ ക്യാപ്ച കോഡ് നൽകിയിരിക്കുന്നത്. ക്യാപ്ച കോഡും എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ലോഗിൻ എന്ന് പറയുന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ പലരും ചിലപ്പോൾ പാസ്വേഡ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം വർഷത്തിൽ 1-2 തവണ മാത്രമാണ് ഈ പോർട്ടലിൽ എല്ലാവരും ലോഗിൻ ചെയ്യാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് പാസ്വേഡ് ചിലപ്പോൾ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയെടുക്കുക. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കൂടി മറന്നു പോകുന്നതാണ് സാധ്യത. അതുകൊണ്ട് പാസ്വേഡ് മറന്നുപോയെങ്കിൽ പാസ്വേഡ് അനായാസം റീസെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ളൊരു ഓപ്ഷൻ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ഈ സമ്പത്ത് കാലത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് സംശയമുള്ളവർ കമൻറ്റ് ചെയ്താൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ യൂസർ ഐ ഡിയായ പാൻ നമ്പർ എൻ്റർ ചെയ്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു, ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിലേക്കാണ് ഇത് പ്രവേശിക്കുക. നമ്മളുടെ അക്കൗണ്ടിലെ ഡാഷ്ബോർഡിൽ പ്രവേശിക്കുകയാണ്. അവിടെ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഒന്ന് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇപ്പോൾ ഫയൽ ചെയ്യാനായിട്ട് അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് താഴെ കാണുന്നത് വ്യൂ റിട്ടേൺസ് ഓർ ഫോംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഫയൽ ചെയ്ത റിട്ടേണുകൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾക്കിപ്പോൾ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്തെന്നാൽ ഫയലിങ്ങിൻ്റെ ആദ്യ ഘട്ടം ആരംഭിക്കും. അപ്പോൾ ഈ ഫയലിങ്ങിൻ്റെ ഫോമിലേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൽ ആദ്യത്തേത് പാൻ നമ്പർ തന്നെയാണ്. അത് ഓൾറെഡി നമ്മൾ പാൻ നമ്പർ യൂസർ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് പാൻ നമ്പർ ഇവിടെ ഓട്ടോ ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി അസസ്മെൻറ്റ് ഇയർ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ആക്ച്വലി അസസ്മെൻറ്റ് ഇയറും ഫിനാൻഷ്യൽ ഇയറും തമ്മിൽ എല്ലാവർക്കും പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. നമ്മളിപ്പോൾ നൽകുന്ന റിട്ടേൺ 2019-20 ഫിനാൻഷ്യൽ ഇയറിലെയാണ്. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റിട്ടേൺ ആണ് നമ്മളിപ്പോൾ സമർപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റിട്ടേൺ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് കണക്കാക്കുന്നതും അസസ് ചെയ്യുന്നതും വെരിഫൈ ചെയ്യുന്നതും ഇൻകം ടാക്സ് വകുപ്പ് ഈ സാമ്പത്തിക വർഷമാണ്. അതുകൊണ്ട് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷമാണ്. നമ്മൾ റിട്ടേൺ നൽകുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷമാണെങ്കിലും അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷത്താണ്. അതായത് 2019-20 സാമ്പത്തിക വർഷത്തിലെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2020-21 അപ്പോൾ ആ അസസ്മെൻറ്റ് ഇയറുടെ സെലക്ട് ചെയ്യുക. 2020-21 സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ ITR ഫോം നമ്പർ. ഇപ്പോൾ ITR 1, ITR 2, ITR 4 3 ITR ഫോമുകളാണ് ഇപ്പോൾ റിട്ടേൺ സമർപ്പിക്കാനായി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ശമ്പള വരുമാനക്കാരായ കാർഷിക വരുമാനം പ്രതിവർഷം 5000 രൂപയിൽ താഴെയുള്ള വ്യക്തികൾക്ക് ITR 1 ആണ് ഫോം ആയി ഇൻകം ടാക്സ് വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉണ്ടായിരിക്കുന്ന വ്യക്തിഗത നികുതിദായകർക്കുള്ള ഫോം ITR 1 അഥവാ സഹജ് എന്ന് പറയുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഫയലിംഗ് ടൈപ്പ്. ഇതിപ്പോൾ 2 രീതിയിൽ ഫയലിംഗ് ഉണ്ട്. ഒന്ന് ഒറിജിനൽ, 2 റിവൈസ് റിട്ടേൺ. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ആണ്, അതിന് രണ്ടിനും ഒരേ ഫയലിംഗ് ടൈപ്പായിട്ടാണ് ഇൻകം ടാക്സ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് ഒറിജിനൽ റിവൈസ് റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് സബ്മിഷൻ മോഡ്. നമ്മളുടെ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ സബ്മിറ്റ് ചെയ്യാം. ഒന്ന് ഈ ഫോം ഓഫ്ലൈനായി ഫോം എടുത്ത് അതിൽ ഫില്ല് ചെയ്ത് എല്ലാ കണക്കുകളും എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഓൺലൈനായി തന്നെ ഈ ഫോമിലെ ഓരോ കോളങ്ങളും പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യാം. നമ്മളിവിടെ ഓൺലൈനായിട്ടാണിത് പൂരിപ്പിച്ച് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ഓൺലൈൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നിബന്ധനകൾ കുറേയേറെ നമുക്ക് കാണുവാൻ കഴിയും. എങ്ങനെയാണ് ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഷാൽ ബി പ്രീ ഫിൽഡ് ഫ്രം പാൻ ഡാറ്റാബേസ്. അതായത് നമ്മൾ ചില അടിസ്ഥാന വിവരങ്ങൾ പാൻ ഡാറ്റാബേസിൽ നിന്ന് ഓട്ടോ ഫില്ലായിട്ട് ഈ ഫോമിലേക്ക് വരും. നമ്മൾ പാൻ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ആ ഓപ്ഷൻ അത് നോക്കി വെരിഫൈ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ അഡ്രസ്സ്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം നമ്മൾ ഈ ഇൻകം ടാക്സ് ഇന്ത്യ വെബ്സൈറ്റിൽ ഇൻകം ടാക്സ് ഇന്ത്യ ഫയലിംഗ് എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഈ ഫോമിലേക്ക് ഓട്ടോ ഫില്ലായിട്ട് വരും. അങ്ങനെയുള്ള നിരവധി വിവരങ്ങളാണ് ഇതിൽ ബുള്ളറ്റ് പോയിന്റ് ഇട്ട് നൽകിയിരിക്കുന്നത്. അതെല്ലാം ശ്രദ്ധാപൂർവം ഓരോരുത്തരും വായിച്ച് നോക്കുക. ഇനി
അസസ്മെൻറ്റ് ഇയർ, ITR ഫോൺ നമ്പർ, ഫയലിംഗ് ടൈപ്പ്, സബ്മിഷൻ മോഡ് ഇവയെല്ലാം നൽകി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന പച്ച ബട്ടണിൽ വിരലമർത്തുക. അപ്പോൾ നേരത്തെ പ്രീ ഫില്ലായി കുറേ വിവരങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പല സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ ഈ ഫോമുകളിലേക്ക് വരും. അത് നമ്മുടെ ഇൻകം സംബന്ധിച്ചും അതുപോലെ വ്യക്തിഗത വിവരങ്ങൾ സംബന്ധിച്ചും ഇതുപോലെ ഓട്ടോ ഫില്ലായിട്ട് വരുന്നുണ്ട്. അവ നമ്മൾ തന്നെ ഈ ഫോമിൽ ഓട്ടോ ഫില്ലായി വരുന്ന വിവരങ്ങൾ നമ്മൾ തന്നെ വെരിഫൈ ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മളുടെ ബാധ്യതയാണ്. ഡിഡക്ഷൻ സംബന്ധിച്ചും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സംബന്ധിച്ചും ടാക്സ് ഡീറ്റെയിൽസ് സംബന്ധിച്ചും TDS സംബന്ധിച്ചും നമ്മളുടെ പലിശ, ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നുള്ള പലിശ സംബന്ധിച്ചുമൊക്കെ ഇതേപോലെ ഓട്ടോ ഫില്ലായി വന്നേക്കാം. അതുകൊണ്ട് അത് നമ്മൾ തന്നെ പരിശോധിച്ച് വെരിഫൈ ചെയ്ത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. അത് സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലവും നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിൽ I agree to check all the pre-filled data, personal income, deductions, bank account, tax detail and make necessary changes to report the correct details. ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഫോമുകളിലേക്ക് പോകാവുന്നതാണ്. ഇതിൽ ITR 1 സഹജ് ഇന്ത്യൻ ഇൻകം ടാക്സ് റിട്ടേൺ അസസ്മെൻറ്റ് ഇയർ 2020-21 ITR 1 for individuals being a resident other than not ordinarily resident having total income up to rupees 50 lakh, having income from salaries, one house property, other sources and agricultural income up to rupees 5,000. വാടകയ്ക്ക് വീട് നൽകി അതിൽ നിന്ന് വരുമാനം ഉണ്ടാകാത്ത വ്യക്തികൾ കൂടി ആയിരിക്കണം. അതായത് ഇത്രയും കണ്ടീഷൻസ്, ഇത്രയും കാര്യങ്ങൾ ബാധകമായ വ്യക്തികൾക്കാണ് ITR 1 സഹജ് ഫോം ഉള്ളത്. ഇതിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഫോമുകളാണ് ഈ ITR 1 ഉള്ളത്. ഈ 9 ഫോമുകളും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിലാദ്യം ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യം നൽകിയിരിക്കുന്നത്. അതിൽ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച പൊതുവായ ഗൈഡ് ലൈനുകളെല്ലാം കൃത്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാർട്ട് A ജനറൽ ഇൻഫർമേഷൻ ആണ്, അതായത് നികുതിദായകനെ സംബന്ധിച്ച പൊതുവായ വിവരങ്ങൾ. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് ആണ് രണ്ടാമത്തെ ഫോം. അതിൽ നമ്മളുടെ നികുതി എങ്ങനെയാണ് കണക്കാക്കുന്നത്, നികുതി കണക്കാക്കി എത്രയാണ് ആക്ച്വലി നികുതി നമ്മൾ നൽകേണ്ടതെന്നുള്ള വിവരം എടുക്കും. ടാക്സ് ഡീറ്റെയിൽസ് ആണ് അടുത്ത കോളത്തിലോട്ട്. ടാക്സസ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷൻ, നമ്മൾ TDS അടച്ചിട്ടുള്ള തുക സംബന്ധിച്ചാണ് ഇതിനകത്തുള്ളത്. ഷെഡ്യൂൾഡ് D1 ആണ് അടുത്ത ഫോം. ഷെഡ്യൂൾ 80D ആണ് അടുത്ത ഫോം. ഷെഡ്യൂൾ 80G ആണ് അടുത്ത ഫോം. ഷെഡ്യൂൾ 80GGA ആണ് അടുത്ത ഫോം. ഈ ഓരോ ഫോമും വിശദമായിട്ട് നമുക്ക് കാണാം. ആദ്യം പാർട്ട് A ജനറൽ ഇൻഫർമേഷനിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ ഈ മുകളിൽ കാണുന്നത് ഐഡിൽ സെഷൻ ടൈമറാണ്. അതായത് ഇത്രയും സമയത്തിനുള്ളിൽ നമ്മളിത് പൂരിപ്പിച്ചില്ലെങ്കിൽ, ഫില്ല് ചെയ്തില്ലെങ്കിൽ ഈ സെഷൻ ടൈം ഔട്ട് ആകും. വീണ്ടും രണ്ടാമത് ലോഗിൻ ചെയ്ത് നമ്മൾ വീണ്ടും ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഓരോ വിവരവും എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അതല്ലെങ്കിൽ സെഷൻ ടൈം ഔട്ട് ആയാൽ ആദ്യം മുതൽ എല്ലാം വീണ്ടും തുടങ്ങേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സേവ് ഡ്രാഫ്റ്റിൽ എപ്പോഴും ഏത് വിവരം എൻ്റർ ചെയ്താലും സേവ് ഡ്രാഫ്റ്റിൽ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് പോകുക. പാർട്ട് A ജനറൽ ഇൻഫർമേഷനിൽ പാൻ നമ്പർ ആണ് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് ഓട്ടോ ഫില്ലായിട്ട് പാൻ ഡാറ്റാബേസിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അതുപോലെ ഫസ്റ്റ് നെയിം നമ്മളുടെ പേരിൻ്റെ ആദ്യം, തുടക്കം, മിഡിൽ നെയിം അത് നമ്മളുടെ ഇനിഷ്യലിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ വിശദ രൂപമായിരിക്കും. ലാസ്റ്റ് നെയിം ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഇതിൻ്റെ വിശദ രൂപമായിരിക്കും. പാൻ നമ്പറിൽ കാണുന്ന പേര് അതേപോലെയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എൻ്റർ ചെയ്യണം. ഇനി ആധാർ നമ്പറിനില്ല, ആധാറിന് അപേക്ഷിച്ചിട്ടേ ഉള്ളൂവെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് ID ആണ് എൻ്റർ ചെയ്യേണ്ടത്. അത് ഇവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം, കൃത്യമായിരിക്കണം. അതുപോലെ ഇമെയിൽ അഡ്രസ്സും നിർബന്ധമാണ്, അതും ഇവിടെ എൻ്റർ ചെയ്യണം. വിലാസവും ഇതേപോലെ അതാത് കോളങ്ങളിൽ എൻ്റർ ചെയ്യുക. പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രി, പിൻകോഡും കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. ഇത്രയും പ്രാഥമിക വിവരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ തൊഴിൽ ഏത് സ്വഭാവത്തിലുള്ളതാണ്, നിങ്ങൾ ഏത് തൊഴിലാണ്, ഏത് രീതിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക.
പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പെൻഷനർ ആണെങ്കിൽ റിട്ടയർ ചെയ്ത് പെൻഷൻ വരുമാനമുള്ള ആളാണെങ്കിൽ പെൻഷനർ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക. ഈ ഒരു വിഭാഗത്തിലും പെടാത്ത ആളാണ് നിങ്ങളെങ്കിൽ അതേഴ്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതല്ല ഫാമിലി പെൻഷൻ മാത്രമേ ഉള്ളൂവെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന ഫോം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ടാക്സ് റിട്ടേൺ ഏതെങ്കിലും നിയമപ്രകാരമുള്ള ബാധ്യതയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും നിയമപ്രകാരമായി 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിർബന്ധിതരാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഫയൽ അണ്ടർ സെക്ഷൻ എന്ന ഈ കോളമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതല്ല ഇൻകം കിട്ടിയത് പ്രകാരമാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഫയൽഡ് ഇൻ റെസ്പോൺസ് ടു എ നോട്ടീസ് എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നോട്ടീസ് പ്രകാരമാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഏത് നോട്ടീസ് പ്രകാരം ആ നോട്ടീസിൻ്റെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ ഉദാഹരണത്തിന് നിയമപ്രകാരമുള്ള ഫയൽ അണ്ടർ സെക്ഷൻ എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് സെക്ഷൻ പ്രകാരമാണെന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി അടുത്തത് ഈ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ ഭാഗമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. ആർ യു ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ 7th പ്രൊവിഷൻ ടു സെക്ഷൻ 139(1). അതായത് രൂപയിൽ കുറവാണ് വാർഷിക വരുമാനമെങ്കിൽ അങ്ങനെയുള്ളവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. പക്ഷേ അങ്ങനെ ആ വിഭാഗത്തിൽ പെടുന്ന ആൾ ചില പ്രത്യേക തരത്തിലുള്ള, അതായത് അങ്ങനെ ആ വിഭാഗത്തിൽ പെടുന്ന ആളായിട്ട് പോലും, അതായത് നിയമപ്രകാരം നിങ്ങൾ നികുതി റിട്ടേൺ നൽകേണ്ട ആളല്ലെങ്കിൽ പോലും ചില ഉയർന്ന തുകയ്ക്കുള്ള ഇടപാട് നടത്തിയത് മൂലം റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമേ ഉള്ളൂ, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ള ആളല്ല. പക്ഷേ ചില ഉയർന്ന തുകയ്ക്കുള്ള ഇടപാടുകൾ, ചില വസ്തുതകൾ, ചില കാര്യങ്ങൾ നിങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളാണോ എന്നാണ്. ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, നോ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ഒരു കോളം ഫില്ല് ചെയ്യേണ്ടി വരില്ല. അതെല്ലാം ഡിസേബിൾ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെയുള്ള കോളം, അതായത് ഹാവ് യു ഡിപ്പോസിറ്റ് എമൗണ്ട് ഓർ അഗ്രിഗേറ്റ് ഓഫ് എമൗണ്ട് എക്സീഡിംഗ് ₹1 കോടി രൂപയിൽ കൂടുതൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവഴിച്ച് നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഇട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ എൻ്റർ ചെയ്യുക. ഹാവ് യു ഇൻകേർഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എമൗണ്ട് ഓർ അഗ്രിഗേറ്റ് ഓഫ് എമൗണ്ട് എക്സീഡിംഗ് ₹1 lakh ഓൺ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷം നിങ്ങൾ 1 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾ നിയമപ്രകാരം നികുതി നൽകാൻ ബാധ്യതപ്പെട്ട ഒരാൾ ഓൾറെഡി ആണെങ്കിൽ നിങ്ങൾ ഇതിൽ നോയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളമൊന്നും ഫില്ല് ചെയ്യേണ്ടി വരില്ല. ഇനി നിങ്ങളിവിടെ ഇഫ് റിവൈസ്ഡ് ഓർ ഡിഫക്റ്റീവ് റിട്ടേൺ ആണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഓൾറെഡി നേരത്തെ നൽകിയിരിക്കുന്ന റെസിപ്റ്റിൻ്റെ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ഒറിജിനൽ റിട്ടേൺ, നിങ്ങൾ ഒറിജിനൽ റിട്ടേൺ നൽകിയ ഡേറ്റ് കൊടുക്കുക. ഇഫ് ഫയൽഡ് ഇൻ റെസ്പോൺസ് ടു നോട്ടീസ് അണ്ടർ സെക്ഷൻ 139 ആണെങ്കിൽ ആ നമ്പർ ഈ കോളങ്ങളിൽ എൻ്റർ ചെയ്യുക. ഇതോടെ ജനറൽ ഇൻഫർമേഷൻ പാർട്ട് എ ജനറൽ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയി. ഇത് സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോവുക. ആരോയിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാം. അതല്ലെങ്കിൽ മുകൾ ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആൻഡ് ടാക്സ് എന്ന ഭാഗം എടുക്കാവുന്നതാണ്. ഇവിടെയാണ് നിങ്ങളുടെ വരുമാനവും സംബന്ധിച്ച വിശദാംശങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ആദ്യത്തെ കോളം ഗ്രോസ് സാലറിയാണ്. അത് സാലറി, എന്തെങ്കിലും പെർക്വസിറ്റ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത്, പ്രോഫിറ്റ്സ് ഇൻ ലിeu ഓഫ് സാലറി, ശമ്പളത്തിന് പുറമെ ഏതെങ്കിലും ആനുകൂല്യങ്ങളോ വരുമാനമോ തുകയോ വസ്തുക്കളോ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഗ്രോസ് സാലറി. അപ്പോൾ ഗ്രോസ് സാലറിയുടെ ഈ കോളത്തിൽ ഒന്നും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സബ് ഡിവിഷൻസായ സാലറി ആസ് പെർ സെക്ഷൻ 17(1) എത്രയാണോ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോം 16, നിങ്ങളുടെ തൊഴിലുടമ അല്ലെങ്കിൽ തൊഴിൽദാതാവ് നിങ്ങൾക്ക് നൽകുന്ന ഫോം 16 നിങ്ങളുടെ സാലറി എത്രയാണെന്നുള്ളത് അതിൽ കാണിച്ചിട്ടുണ്ടാവും. ആ എമൗണ്ടാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ 4 ലക്ഷം രൂപയാണ് സാലറി എന്ന് എൻ്റർ ചെയ്യുന്നത്. വാല്യൂ ഓഫ് പെർക്വസിറ്റ്സ് ആസ് പെർ സെക്ഷൻ
നിങ്ങൾക്ക് ശമ്പളത്തിന് പുറമെ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം അതും ഇവിടെ എൻ്റർ ചെയ്യണം. അതുപോലെ പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറി ആസ് പെർ സെക്ഷൻ, ശമ്പളത്തിന് പുറമെ പാരിതോഷികമായിട്ടോ മറ്റു ആനുകൂല്യങ്ങളായിട്ടോ പ്രതിഫലമായിട്ടോ അതല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ടോ എന്തെങ്കിലും തൊഴിൽദാതാവ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വിവരവും ഇവിടെ എൻ്റർ ചെയ്യണം. അടുത്ത കോളത്തിൽ ലെസ് അലവൻസസ് ടു ദ എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ. ഇനി നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ നിയമപ്രകാരം എക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. അതായത് നിങ്ങൾക്ക് നികുതി നൽകേണ്ടി വരില്ല, പക്ഷേ നികുതി ഇളവുള്ള ചില ആനുകൂല്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ടാകും. അത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഓരോന്നും സെലക്ട് ചെയ്യുക. ഓരോന്നും ലീവ് ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ് അതുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. തുക എത്രയാണെന്നുള്ളത് ഇവിടെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നേച്ചർ ഓഫ് വീണ്ടും എക്സിറ്റ് അലവൻസസ് ഉണ്ടെങ്കിൽ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക. റിമ്യൂണറേഷൻ റിസീവ്ഡ് ആസ് ആൻ ഒഫീഷ്യൽ ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഓഫ് ആൻ എംബസി. ഇതിൽ നിന്ന് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഉണ്ടെങ്കിൽ അതങ്ങനെ, കമ്മ്യൂട്ടഡ് വാല്യൂ പെൻഷൻ റിസീവ്ഡ് ഉണ്ടെങ്കിൽ അതങ്ങനെ എൻ്റർ ചെയ്യുക. ഇത്രയും കഴിഞ്ഞാൽ അടുത്തത് നെറ്റ് സാലറി. ഇപ്പോൾ ഇതിൽ എക്സെപ്റ്റ് അലവൻസസ് ആയിട്ട് ഞാനൊന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് അതെല്ലാം 0 ആണ്. അതുകൊണ്ട് എൻ്റെ നെറ്റ് സാലറി 4 ലക്ഷം തന്നെയായിട്ട് നിർത്തുകയാണ്. ഇനി ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഇവിടെ എൻ്റർ ചെയ്യണം. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ ഇനി പറയുന്ന ഡിഡക്ഷനുകളുടെ ആകെത്തുകയാണ് ഈ കോളത്തിൽ വരിക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതെല്ലാവർക്കും 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അടുത്തത് എൻ്റർടൈൻമെൻറ്റ് അലവൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ഈ കോളത്തിൽ എൻ്റർ ചെയ്യണം. പ്രൊഫഷണൽ ടാക്സ് ഉണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്യണം. എത്രയാണോ അത് ഞാൻ 5,000 രൂപയുടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ഇതിൽ നിന്ന് കുറയും. അടുത്തത് ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. ഇത് നിങ്ങളുടെ കൈവശമുള്ള വീട് സംബന്ധിച്ച വിവരങ്ങളാണ്. നിങ്ങളുടെ കൈവശമുള്ള വീട് നിങ്ങൾ താമസ ആവശ്യത്തിന് നിങ്ങൾ അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ സെൽഫ് ഒക്കുപ്പൈഡിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, നിങ്ങൾ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള വീട് നിങ്ങൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഔട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 2 വീടുണ്ട്, അതിലൊന്നിൽ നിങ്ങൾ താമസിക്കുകയാണ്, മറ്റൊന്ന് നിങ്ങൾ ആർക്കും വാടകയ്ക്ക് നൽകിയിട്ടില്ല, പക്ഷേ അതങ്ങനെ ആരും താമസിക്കാതെ അങ്ങനെ നിലകൊള്ളുകയാണെങ്കിൽ അത് ഡീംഡ് ലെറ്റ് ഔട്ട് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. അതായത് നിങ്ങളത് വാടകയ്ക്ക് നൽകിയതായിട്ട് തന്നെ ഇൻകം ടാക്സ് വകുപ്പ് കണക്കാക്കും. അതിൽ നിന്ന് ഒരു നിശ്ചിത തുക വാടകയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് അനുമാനിച്ച് അതിനൊരു ടാക്സ് നൽകും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ഡീംഡ് ലെറ്റ് ഔട്ടാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഉദാഹരണത്തിന് സെൽഫ് ഒക്കുപ്പൈഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസ് റെൻറ്റ് റിസീവ്ഡ് വാടക ഒന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് ആ കോളം നമുക്ക് എനേബിൾ അല്ല. ടാക്സ് പെയ്ഡ് ടു ലോക്കൽ അതോറിറ്റി, ഞാൻ വാടകയ്ക്ക് വീട് നൽകിയിട്ടില്ല, അതുകൊണ്ട് അത് സംബന്ധിച്ച നികുതി. ആനുവൽ വാല്യൂ നമ്മൾക്കിവിടെ കണക്കാക്കേണ്ടതില്ല, 30% ഓഫ് ആനുവൽ വാല്യൂ കണക്കാക്കേണ്ടതില്ല. റെൻറ്റിന് നൽകിയിട്ടെങ്കിലാണ് കാര്യം നൽകേണ്ടത്. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബൊറോവ്ഡ് ക്യാപിറ്റൽ, ഇത് 2 ലക്ഷം രൂപ വരെ ഭവന വായ്പ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ വരെ ഇളവ് പലിശ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആ തുക നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഭവന വായ്പ ഉണ്ടെങ്കിൽ എത്രയാണോ തുക നിങ്ങൾക്ക് ഒരു വർഷം അതിൻ്റെ ഭവന വായ്പയുടെ പലിശ ഇനത്തിൽ നൽകുന്നത് ആ തുക ഇവിടെ എൻ്റർ ചെയ്യുക. അരിയേഴ്സ് അൺറിയലൈസ്ഡ് റെൻ്റ്, അത് നിങ്ങളുടെ സംബന്ധിച്ചത് ഇവിടെ ബാധകമല്ല. ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി, അതിപ്പോൾ 2 ലക്ഷം രൂപ മൈനസായി കാണിച്ചിരിക്കുകയാണ്. കാരണം പലിശ ഇനത്തിൽ നിങ്ങളുടെ ഒരു ചിലവായിട്ടാണ് അതിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ തുക മൊത്തം വരുമാനത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കുറഞ്ഞുകൊള്ളും. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഈ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അത് താഴത്തെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഓരോന്നും തിരഞ്ഞെടുത്ത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എത്രയാണെന്നുള്ളത് വരും. ഇനി ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് അക്കൗണ്ട്, അത് 10,000 രൂപ വരെ എക്സെപ്റ്റഡ് ആണ്. ഞാനിവിടെ 15,000 രൂപ എനിക്ക് ഇൻട്രസ്റ്റ് ഫ്രം ഇതിൽ നിന്നുണ്ടെന്ന് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അതുപോലെ അടുത്തത് ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ് ബാങ്ക് പോസ്റ്റ് ഓഫീസ് അത് എൻ്റർ ചെയ്യുക എത്രയാണോ.
തുക അത് എൻ്റർ ചെയ്യുന്നു. ഇനി അടുത്തതുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഏതാണെന്ന് കണക്കാക്കുക. ഇൻട്രസ്റ്റ് ഫ്രം ഇൻകം, ടാക്സ് റീഫണ്ട്, ഫാമിലി പെൻഷൻ, എനി അതർ, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ടാവും. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാർട്ട് സി ആണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അത് ഡിഡക്ഷൻസ് ആൻഡ് ടാക്സബിൾ ടോട്ടൽ ഇൻകം, അതാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകേണ്ടതുണ്ട്. അത് വെദർ യു ഹാവ് മെയ്ഡ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പോസിറ്റ്സ് പേയ്മെൻറ്റ്സ് ബിറ്റ്വീൻ April 1st 2020 to 31st July 2020 for the purpose of claiming any deductions under Part B Chapter 4A. Yes or no എന്നാണ് നിങ്ങൾ ആൻസർ നൽകേണ്ടത്. യെസ് ആണെങ്കിൽ ഷെഡ്യൂൾഡ് D1 കൂടി ഫില്ല് ചെയ്യണം. D1 എന്നത് മേളിൽ ഇതെല്ലാം പൂരിപ്പിച്ചതിന് ശേഷം ഉള്ള ഒരു ഭാഗമാണ് ഷെഡ്യൂൾഡ് D1. അത് ഇങ്ങനെയാണ് അതിനകത്ത് കാണുന്നത്. നിങ്ങളത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നടത്തിയ എമൗണ്ടുകൾ, ടാക്സ് സേവർ, ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവുകളെല്ലാം ഇവിടെ എൻ്റർ ചെയ്യണം. ഈ സാമ്പത്തിക വർഷം April 1 മുതൽ July 31 വരെ നടത്തിയിട്ടുള്ളത് ഈ ഭാഗത്തും എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആ ഭാഗത്തെ നിങ്ങളുടെ ടാക്സ് സേവർ, ഇൻവെസ്റ്റ്മെൻറ്റും ചിലവുകളും മറ്റും എൻ്റർ ചെയ്യുന്ന ഭാഗത്തേക്ക് തന്നെ പോകാം. ഇവിടെ ഈ കോളമാണ് നേരത്തെ പറഞ്ഞത്. അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ടാക്സ് ഇളവ് ലഭിക്കാവുന്ന നിക്ഷേപങ്ങൾ നടത്താനുള്ള സമയപരിധി April 1 മുതൽ July 31 വരെ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. സാധാരണ ഇത് 2020 March 31 അവസാനിക്കേണ്ടതാണ്. പക്ഷേ കോവിഡ് മൂലം പലർക്കും നിക്ഷേപം നടത്താനും മറ്റും സാഹചര്യം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണത് July 31 വരെ, അതായത് ഈ വർഷം 2020 July 31 വരെ നീട്ടിയിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് 2020 April 1 മുതൽ July 31 വരെ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് കൂടി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്ക് ക്ലെയിമിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്, ക്ലെയിമിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഭാഗമാണ് നിങ്ങളിവിടെ പൂരിപ്പിക്കേണ്ടത്. ഇവിടെ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ എസ് എന്നാണെങ്കിൽ അത് നിങ്ങൾ ഇവിടെ എസ് എന്നാണെങ്കിലാണ് നിങ്ങൾ D1 പൂരിപ്പിക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ കോളം ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ആദ്യം 80C പ്രകാരമുള്ള നിങ്ങൾ നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളുടെ തുകയാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. 80Cയിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം വരും, ഡെഫേർഡ് ആനുറ്റി കോൺട്രിബ്യൂഷൻസ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട് വരും, സബ്സ്ക്രിപ്ഷൻ ടു സർട്ടൻ ഇക്വിറ്റി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് എക്സെട്ര, അതെല്ലാം ഇവിടെ വരും. അതെത്രയാണോ, അത് 1.5 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് ഇളവുള്ളത്. അതെത്രയാണോ അതിവിടെ എൻ്റർ ചെയ്യുക. കോളങ്ങൾ പൂരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നാം. കാരണം ഏകദേശം വകുപ്പുകളുടെ പേരുകൾ ഏറെക്കുറെ സെയിം ആയിട്ട് തോന്നും. 80CCC, 80CCD1, 80CCD1B, 80CCD2 തുടങ്ങി പല രീതിയിലുള്ള വകുപ്പുകൾ കാണാം. ഇത് എല്ലാം ഏറെക്കുറെ പെൻഷൻ ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപമാണ്. ഓരോന്നും സംബന്ധിച്ചും നിങ്ങൾക്ക് സംശയം തോന്നേണ്ടതില്ല. ഓരോ വകുപ്പുകളിലും കൃത്യമായിട്ട് എന്താണെന്നുള്ളത് പറയാം. നിങ്ങൾ LIC പോലുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളുടെ ആനുവിറ്റി പ്ലാനിലോ പെൻഷൻ ഫണ്ടിലോ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുകയാണ് 80CCCയുടെ നേരെ രേഖപ്പെടുത്തേണ്ടത്. ഇനി സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ സ്കീം, അതായത് NPS, അതിലേക്ക് നിങ്ങൾ പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതാണ് 80CCD1 പ്രകാരം അടയ്ക്കേണ്ടത്. 80CCD1 പ്രകാരം NPSൽ അടയ്ക്കുന്ന തുകയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് വരെ കിഴിവ് കിട്ടും. പക്ഷേ ഇത് 1.5 ലക്ഷം രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് കിഴിവ് കിട്ടും. ഇനി 80CCD1B പ്രകാരം ഈ 1.5 ലക്ഷം രൂപയ്ക്ക് പുറമെ നിങ്ങൾക്ക് 50,000 രൂപ കൂടി നിക്ഷേപിച്ചാൽ അത് 80Cക്ക് പുറത്ത് നിങ്ങൾക്ക് കിഴിവ് കിട്ടും. ആ തുകയാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതായത് 80CCD1Bയിൽ 50,000 രൂപയ്ക്ക് വരെയുള്ള കിഴിവാണ് ലഭിക്കുക. 80CCD1ൽ പ്രകാരം 1.5 ലക്ഷം രൂപയ്ക്ക് വരെ NPSലേക്കുള്ള പേയ്മെൻറ്റാണ്. ഇനി 80CCD2വിലാണെങ്കിൽ NPSലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരോ ജീവനക്കാരോ ആണെങ്കിൽ നിങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റും NPSലേക്ക് ഒരു വിഹിതം നിങ്ങളുടെ പേരിൽ അടയ്ക്കുന്നുണ്ട്. ആ തുകയാണ് 80CCD2ൻ്റെ കോളത്തിന് നേരെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ 80CC ആയിട്ട് ബന്ധപ്പെട്ടും പെൻഷൻ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ വ്യക്തമാക്കിയതിന് ശേഷം വേണം ഈ കോളങ്ങളിൽ
തുക എൻ്റർ ചെയ്യാനായി. അടുത്തത് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസിയായിട്ട് ബന്ധപ്പെട്ട കോളമാണ് പൂരിപ്പിക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് എത്ര രൂപയ്ക്ക് വരെ ആദായനികുതി ഇളവ് കിട്ടുമെന്നത് സംബന്ധിച്ചൊരു വീഡിയോ സമ്പദ്കാലത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ അത് കണ്ടതിന് ശേഷം വ്യക്തത വരുത്തിയതിന് ശേഷം വേണം ഈ കോളം പൂരിപ്പിക്കാനായിട്ട്. വിവിധ വിഭാഗങ്ങളിലായി ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് വരെ ATCക്ക് പുറമെ അധികമായിട്ട് ആദായനികുതി ഇളവ് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസിക്ക് പ്രകാരം കിട്ടുന്നതാണ്. ഇത് മാർച്ച് 31 വരെ നടത്തിയത് മാത്രമല്ല, ഏപ്രിൽ മുതൽ ഈ വർഷം ജൂലൈ 31 വരെ നടത്തിയ മെഡിക്ലെയിം അടവിന് വരെ നിങ്ങൾക്ക് ഇതിൽ ഇളവ് ലഭിക്കും. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധയോടെ നിരീക്ഷിച്ചതിന് ശേഷം ഉചിതമായ തുക ഈ കോളത്തിൽ രേഖപ്പെടുത്തുക. അടുത്തത് 80E പ്രകാരമുള്ള കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ കുട്ടിയുടെ പേരിലോ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1 വർഷത്തെ പലിശയടവ് എത്രയാണോ ആ തുകയാണ് 80E കോളത്തിൻ്റെ നേരെ രേഖപ്പെടുത്തേണ്ടത്. അടുത്ത കോളമായി 80EE എന്ന കോളത്തിന് നേരെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്, നിങ്ങൾ ഭവന വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ ഇനത്തിലുള്ള തുകയാണ്. ഈ വകുപ്പ് പ്രകാരം അഫോർഡബിൾ ഹൗസാണ് നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതോ വാങ്ങിയിട്ടുള്ളതോ എങ്കിൽ, അതിനാണ് വായ്പ എടുത്തിട്ടുള്ളതെങ്കിൽ 50,000 രൂപയ്ക്ക് വരെയുള്ള കിഴിവാണ് ലഭിക്കുക. അടുത്തത് 80EE പ്രകാരമുള്ള ഭവന വായ്പയുടെ പലിശയാണ് നിങ്ങൾ ഈ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇത് അഫോർഡബിൾ ഹൗസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനുള്ള വായ്പാ പലിശയിലുള്ള ഇളവാണ് ലഭിക്കുക. 1.5 ലക്ഷം രൂപ വരെയുള്ള ഇളവ് ഇത് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഓർക്കുക, നിങ്ങൾക്ക് ഒന്നെങ്കിൽ 80EE വകുപ്പ് പ്രകാരമുള്ള ഇളവോ അല്ലെങ്കിൽ 80EA പ്രകാരമുള്ള ഇളവോ മാത്രമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. ഈ 2 പ്രകാരമുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് പ്രകാരമേ നിങ്ങൾക്ക് ഇളവ് ലഭിക്കുകയുള്ളൂ. അടുത്തത് 80EB പ്രകാരമുള്ള ഇളവിനാണ്. അത് നിങ്ങൾ ഇലക്ട്രിക് വാഹനം വാങ്ങാൻ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള പലിശ ഇളവിന് നിങ്ങൾക്ക് ഇളവ് ലഭിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ആ തുകയാണ് ഇതിൻ്റെ നേരെ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് 80G ഡൊണേഷൻ ടു സർട്ടൻ ഫണ്ട്സ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്രയാണ്. ഇവിടെ രേഖപ്പെടുത്തേണ്ട തുകയ്ക്ക് നിങ്ങൾ ആ ചുവന്ന ഭാഗത്ത് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു മറ്റൊരു ഫോമിലേക്കായിരിക്കും അത് പോവുക. അവിടെയാണ് നിങ്ങൾ ഇത് സംബന്ധിച്ച് ഡൊണേഷൻ നൽകിയിരിക്കുന്ന തുക രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഫോമിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ ഈ ഫോമിലെ ബാക്കിയുള്ള കോളങ്ങൾ കൂടി എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കിയതിന് ശേഷം അടുത്ത ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഡൊണേഷൻസിൻ്റെ കോളം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് 80GG പ്രകാരമുള്ള തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇത് നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് വീട്ടുവാടക നൽകുന്നുണ്ടെങ്കിൽ ആ തുകയാണ് നിങ്ങൾ 80GGയുടെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. 80GGA എന്ന കോളത്തിന് നേരെ നിങ്ങൾ നൽകേണ്ട തുക, അതായത് ഏതെങ്കിലും സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രസ്ഥാനങ്ങൾക്കോ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ, സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുകയാണ് 80GGAയുടെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് 80GGCയുടെ കോളത്തിൽ രേഖപ്പെടുത്തുക. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ പലിശയിൽ 10,000 രൂപയ്ക്ക് വരെ ആദായനികുതി ഇളവുണ്ട്. ആ ഇളവ് ക്ലെയിം ചെയ്യാനായിട്ട് ആണ് 80TTAയുടെ നേരെ ഈ 10,000 രൂപ നിങ്ങൾക്ക് പലിശ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപയുടെ പലിശ വരെ ഈ ഇനത്തിൽ ഇളവ് ലഭിക്കും. ആ തുകയാണ് 80TTB എന്ന കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. നികുതിദായകൻ ഭിന്നശേഷിക്കാരനോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ആശ്രിതരിൽ ഭിന്നശേഷിക്കാരോ ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്ന തുകയാണ് 80U എന്ന കോളത്തിന് നേരെ രേഖപ്പെടുത്തേണ്ടത്. ഇത്രയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ടോട്ടൽ ഡിഡക്ഷൻസ് എത്രയാണെന്ന കോളത്തിൽ ടോട്ടൽ ഫിഗർ അറൈവ് ആകും. അതോടെ ടോട്ടൽ ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 4A പ്രകാരമുള്ള തുകയാകും. ഇതിൽ നിന്ന് അടുത്ത C2 ടോട്ടൽ ഇൻകം, അതായത് B4 - C1 എന്ന ഫിഗറും അറൈവ് ആകും. ഇനി ചില വരുമാനങ്ങൾ ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ആ വരുമാനങ്ങളും കൂടി ഈ റിട്ടേണിൽ കാണിക്കണം. പക്ഷേ അത് നികുതി കണക്കാക്കാൻ വേണ്ടിയിട്ട് അത് പരിഗണിക്കില്ല. പക്ഷേ അത് ആ ഇൻകം എത്രയാണെന്നുള്ള വിവരം ഈ ITR ഫോമിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്ത കോളത്തിൽ ഈ എക്സംപ്റ്റ് ഇൻകം എന്ന് പറയുന്ന ഭാഗത്ത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിരവധി ഇൻകം ഹെഡുകൾ നൽകിയിട്ടുണ്ട്. ഈ ഹെഡുകളിൽ പെടുന്ന ഇൻകം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഓരോന്നോരോന്നായിട്ട് ഇതിൽ രേഖപ്പെടുത്തേണ്ടതാണ്.
ഓരോ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഓരോന്നും സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫിഗർ രേഖപ്പെടുത്തി അത് കഴിഞ്ഞ് ആഡ് എന്ന ബട്ടണിൽ അമർത്തി അടുത്ത ഡ്രോപ്പ് ഡൗൺ മെനു എടുത്തിട്ട് വീണ്ടും അതിൽ നിന്ന് ഉചിതമായവ തിരഞ്ഞെടുത്ത് വേണം ഇത് രേഖപ്പെടുത്താൻ. ഇത്രയുമായാൽ നികുതി കണക്കാക്കുന്ന പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ രണ്ട് മൂന്ന് ഭാഗങ്ങൾ കൂടി നമ്മൾ പൂരിപ്പിക്കാനുണ്ട്. അത് അതാത് ഫോമുകളിൽ പോയതിന് ശേഷമായിരിക്കും. ആ സമയത്തായിരിക്കും യഥാർത്ഥ ഇൻകം എത്രയാണെന്നുള്ളത് ഈ ഭാഗത്ത് വരിക. ആ ഫോമുകൾ കൂടി പരിഗണിച്ച ശേഷം വീണ്ടും നമുക്ക് ഈ ഭാഗത്തേക്ക് തിരികെ വന്നിട്ട് എത്രയാണ് യഥാർത്ഥ ഇൻകം എന്നുള്ളത് നമുക്ക് കണക്കാക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ്, ആ ഫോം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ടാക്സ് ഡീറ്റെയിൽസ് ആണ്, അതായത് TDS അടച്ച തുകയുടെ വിശദാംശങ്ങളാണ്. ഇതിൽ ആദ്യം നമ്മുടെ ശമ്പളത്തിൽ നിന്ന് അഥവാ സാലറിയിൽ നിന്ന് പിടിച്ചിട്ടുള്ള TDS സംബന്ധിച്ച വിവരങ്ങളാണ്. ഇത് തൊഴിലുടമ പിടിച്ച TDS സംബന്ധിച്ച് ഇൻകം ടാക്സ് വകുപ്പിന് TDS റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാൻ വഴി ഈ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വിവരങ്ങളെല്ലാം ഫില്ലാവേണ്ടതാണ്. ഇവിടെ TDS സർട്ടിഫിക്കറ്റ് തൊഴിലുടമ സമർപ്പിച്ചിട്ടില്ലാത്തതിനാലായിരിക്കും ഇവിടെ TDS വിവരങ്ങളൊന്നും ഓട്ടോമാറ്റിക്കായി എൻ്റർ ആയിട്ടില്ല. ശമ്പളത്തിന് പുറമേയുള്ള വരുമാനത്തിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരമാണ് അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. മറ്റേതെങ്കിലും വരുമാനത്തിന് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും ഈ ഭാഗത്ത് രേഖപ്പെടുത്തപ്പെടും. ITR 1 അടുത്ത ഭാഗം ടാക്സസ് പെയ്ഡ് ആൻഡ് വെരിഫിക്കേഷനാണ്. അതായത് അഡ്വാൻസ് ടാക്സ്, ടോട്ടൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് തുടങ്ങിയ ടാക്സുകൾ നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത്. ഇത്രയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ടോട്ടൽ ടാക്സസ് പെയ്ഡ്, എമൗണ്ട് പേയബിൾ, റീഫണ്ട് ഉണ്ടെങ്കിൽ അത്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഭാഗത്ത് രേഖപ്പെടുത്തപ്പെടും. അടുത്തതായി ഈ ഭാഗത്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം 1 by 1 ആയിട്ട് ഈ ഭാഗത്ത് വന്നിട്ടുണ്ടാകും. അതല്ല പുതിയതായിട്ട് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് കൂടി ചേർക്കാനുണ്ടെങ്കിൽ അത് ഈ അതാത് കോളങ്ങളിൽ IFSC കോഡ്, നെയിം ഓഫ് ദ ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവ ഡീറ്റെയിൽസ് ചേർത്തിട്ട് എഴുതാവുന്നതാണ്. ഒന്നിലൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആഡ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഓരോ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നിന് പുറകെ ഒന്നായി ചേർത്ത് നൽകാവുന്നതാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ ഏതിലാണ് നിങ്ങൾക്ക് റീഫണ്ട് ആവശ്യമുള്ളതെന്നുള്ളത് സെലക്ട് ചെയ്യുകയും വേണം. നിങ്ങളുടെ പേരിലുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ഈ ITR ഫോമിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അവ പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തനരഹിതമാണോ എന്നതൊന്നും വിഷയമല്ല. നിങ്ങളുടെ പേരിൽ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദാംശങ്ങൾ ഈ ഫോമിൽ രേഖപ്പെടുത്താം. ബാങ്ക് അക്കൗണ്ടും മറ്റു വിവരങ്ങളും നൽകി കഴിഞ്ഞാൽ പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇവിടെ നിങ്ങളുടെ പേരും വിശദാംശങ്ങളും നൽകുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഈ റിട്ടേൺ സമർപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള ഭാഗം കൂടി രേഖപ്പെടുത്തുക. അതിനുശേഷം സ്ഥലവും തീയതിയും രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ വെരിഫൈ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളിലൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആധാർ OTP ഉപയോഗിച്ചോ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കടലാസ് രൂപത്തിലുള്ള അക്നോളജ്മെൻറ്റ് ഭാഗം ബാംഗ്ലൂരിലെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് അയച്ചോ നിങ്ങൾക്ക് ഈ വെരിഫൈ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലെത്തി. ഇനി 2-3 ഫോം കൂടി നിങ്ങൾക്ക് നേരത്തെ റിട്ടേണിൻ്റെ ഭാഗമായി പൂരിപ്പിക്കാനുണ്ട്. അതുകൂടി പൂരിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രിവ്യൂ ബട്ടണിൽ അമർത്തി മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഒന്നുകൂടി കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഷെഡ്യൂൾ D1 എന്ന ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത്. ഇത് 2019-20 സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ട് ഏർപ്പെടുത്തിയ ഒരു ഭാഗമാണ്, ITRലെ ഒരു ഭാഗമാണ്. കോവിഡിനെ തുടർന്ന് ജൂലൈ 31 വരെയുള്ള നിക്ഷേപങ്ങൾക്ക് വരെ ഇൻകം ടാക്സ് ഇളവ് 2019 സാമ്പത്തിക വർഷത്തേക്ക് നൽകുന്നുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ വിവരങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തേണ്ടത്. ഇതിന് 2 ഭാഗങ്ങളാണ്
ഉള്ളത്. ഇതിൽ ആദ്യ ഭാഗത്ത് ഇനി 2019-20 സാമ്പത്തിക വർഷത്തിലേക്ക് ഇനി ഇളവായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് എത്ര തുകയാണ് ബാക്കിയുള്ളത്, അതിൽ എത്ര തുകയ്ക്കാണ് ഇനി ഈ ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നത്. ഈ 2 വിവരങ്ങളാണ് ഇതിൽ ഓരോ ഹെഡിലും രേഖപ്പെടുത്തേണ്ടത്. അതായത് 2019 സാമ്പത്തിക വർഷത്തിലേക്ക് മാർച്ച് 31 വരെ എത്ര തുക കൂടി നിങ്ങൾക്ക് ഇളവിന് അർഹതയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ഇളവിന് അർഹതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മാർച്ച് 31 വരെ നിങ്ങൾക്ക് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര തുകയാണ് ബാക്കിയുള്ളത്, ആ തുക ആദ്യം രേഖപ്പെടുത്തുക. ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ നിങ്ങൾ എത്ര രൂപയ്ക്കുള്ള നിക്ഷേപം നടത്തി, ഇതാണ് ആ കോളങ്ങളിൽ രേഖപ്പെടുത്തേണ്ടത്. ഇക്കാര്യം ഒന്നുകൂടി വിശദമാക്കാം. അതായത് 80C പ്രകാരം 1.5 ലക്ഷം രൂപയുള്ള ഇളവിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. പക്ഷേ മാർച്ച് ആയതോടുകൂടി കോവിഡിനെ തുടർന്ന് നിങ്ങൾക്ക് ആകെ 1 ലക്ഷം രൂപയുടെ നിക്ഷേപമേ നടത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ബാക്കി 50,000 രൂപയ്ക്ക് കൂടിയുള്ള അർഹത നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 50,000 രൂപയ്ക്കുള്ള നിക്ഷേപം നിങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ നടത്തിയാൽ മതി. അപ്പോൾ ആ ബാക്കിയുള്ള 50,000 രൂപയാണ് ആദ്യത്തെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടായിട്ടും നിങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ എത്ര രൂപയുടെ നിക്ഷേപം നടത്താൻ കഴിഞ്ഞു. അത് 45,000 ആണോ, 40,000 ആണോ, 30,000 ആണോ, അതോ 50,000 നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തുകയാണ് രണ്ടാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലെ തന്നെയാണ് പെൻഷൻ ഫണ്ടുകളിലേക്കുള്ള നിങ്ങളുടെ നിക്ഷേപം, അല്ലെങ്കിൽ NPS-ലേക്കുള്ള നിങ്ങളുടെ അധിക നിക്ഷേപം. നിങ്ങൾക്ക് മാർച്ചിൽ NPS-ലേക്ക് 50,000 രൂപയുടെ അധിക നിക്ഷേപം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള തുക 50,000 ആണ്. അത് ആദ്യത്തെ കോളത്തിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള കാലയളവിൽ ആക്ച്വലി എത്ര തുക അധികമായി NPS-ൽ നിക്ഷേപിച്ചു, ആ തുകയാണ് രണ്ടാമത്തെ കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇനി ഫില്ല് ചെയ്യേണ്ടത് ഷെഡ്യൂൾ 80D ആണ്. ഇത് മെഡിക്ലെയിം ഇൻഷുറൻസ് പ്രീമിയം, ചികിത്സാ ചെലവ് തുടങ്ങിയവയെ സംബന്ധിച്ച വിവരങ്ങളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടത്. അത് നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിനകത്തുള്ള എലിജിബിലിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ എത്ര രൂപയ്ക്കുള്ള എലിജിബിലിറ്റിയാണ്, പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് എത്ര രൂപയാണ് നിങ്ങൾക്ക് ചിലവായത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യേണ്ടത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളാക്കി മെഡിക്ലെയിമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സമ്പത്ത് കാലത്തിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണ്, നിങ്ങളുടെ എലിജിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വ്യക്തതയോടെ വേണം ഈ ഷെഡ്യൂൾ 80D പൂരിപ്പിക്കുവാൻ. അടുത്തതായി പൂരിപ്പിക്കേണ്ടത് ഷെഡ്യൂൾ 80G ആണ്. ഇത് ഡൊണേഷൻസ് സംബന്ധിച്ചാണ്. ശമ്പള വരുമാനക്കാരായ പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സാലറി ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് 3 ഗഡു CMDRF-ലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 3 ഗഡു തുക കൂടി കുടിശ്ശികയായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ വർഷം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്ലെയിം ചെയ്യാനുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ആ തുക ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ കോളത്തിൽ നെയിം ഓഫ് ഡോണി CMDRF എന്ന് എൻ്റർ ചെയ്യാവുന്നതാണ്. അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് കേരള ഗവൺമെൻറ് എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. സിറ്റി ഓർ ടൗൺ ഓർ ഡിസ്ട്രിക്റ്റ്, അത് ട്രിവാൻഡ്രം CVM എന്നാവാം. അത് കഴിഞ്ഞാൽ കേരളം എന്ന സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിൻകോഡ്, ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലിരിക്കുന്ന CMDRF കൈകാര്യം ചെയ്യുന്ന ആ വിഭാഗത്തിലെ പിൻകോഡാണത് 695001 ആണ്. അത് കഴിഞ്ഞാൽ CMDRF-മായി ബന്ധപ്പെട്ട പാൻ നമ്പറാണ്. അത് AAAGD0584M. ഒരിക്കൽ കൂടി പറയാം, AAAGD0584M. അത് കഴിഞ്ഞ് തുക എത്രയാണോ അത് എൻ്റർ ചെയ്യുക. ക്യാഷ് ആയിട്ട് 2,000 രൂപയിൽ താഴെ മാത്രമേ നൽകാൻ കഴിയുള്ളൂ. അതർ ദാൻ മറ്റ് ഡിജിറ്റൽ മോഡിലാണെങ്കിലും അതിൽ കൂടുതൽ തുക ചെയ്യാവുന്നത്. അതാത് കോളത്തിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് പൂരിപ്പിക്കേണ്ടത് ITR-ലെ ഷെഡ്യൂൾ 80GGA ആണ്. സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ, ഗ്രാമവികസനം തുടങ്ങിയ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡൊണേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള ഭാഗമാണിത്. അതുകൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി ഏകദേശം ITR-ലെ എല്ലാ ഫോമുകളും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു.
ഷെഡ്യൂൾ 80 GGA കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ITR-ലെ എല്ലാ ഫോമുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രിവ്യൂ ബട്ടണിൽ അമർത്തി ഇതേവരെ നമ്മൾ പൂരിപ്പിച്ച ഓരോ ഭാഗങ്ങളും ഒരു തവണ കൂടി ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് സബ്മിറ്റ് ബട്ടണിൽ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ വെരിഫിക്കേഷൻ്റെ പ്രോസസ്സുണ്ട്. അതുപോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്, റീഫണ്ട് വേണ്ട ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സുണ്ട്. അവയെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ അടുത്ത ഭാഗത്തിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പാർട്ട് 2-ൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മറ്റ് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതായിരിക്കും. മറ്റ് എല്ലാത്തരം സംശയങ്ങളും ദൂരീകരിക്കുന്ന രീതിയിലായിരിക്കും പാർട്ട് 2-ൽ ഉണ്ടാവുക. ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അയക്കുകയാണെങ്കിൽ ആ സംശയങ്ങൾക്ക് കൂടി ഉത്തരങ്ങൾ നൽകിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും രണ്ടാം ഭാഗത്തിൽ നൽകുക. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സമ്പത്തുകാലം എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തണം. ഇതിൻ്റെ ഉള്ളടക്കം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളടങ്ങിയ രണ്ടാം ഭാഗവുമായി എത്രയും വേഗം കാണാം. അതുവരെ നന്ദി, നമസ്കാരം.